നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സുധി ആകെപ്പാടെ പെട്ടുപോയി. സുധിക്ക് നല്ല ടെൻഷനുണ്ട്. തനിക്കിനി എന്താ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് ദൈവമേ തന്നെ കൊല്ലാനായിട്ട് ആരെങ്കിലും വരുമോ എന്നൊക്കെ ഓർത്തുണ്ട് ഒരു സെക്യൂരിറ്റിക്കാരനെ വരെ ഏർപ്പാടാക്കുന്നുണ്ട്. ഇതേ സമയത്ത് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. അപ്പൊ അന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റ് MDയുടെ മോള് വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നാണ്. അങ്ങനെ അവരെ MD പരിചയപ്പെടുത്തുന്നുണ്ട്. പോരാത്തന്നെ അവര് ഹോട്ടൽ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ ഇനിയിപ്പോ ഹോട്ടലിന്റെ കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. ശ്രീകാന്തിന് സന്തോഷമായിരുന്നു. പോരാത്തന്നെ അവർക്ക് അവരുടേതായ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്തിനെ കാണാനായിട്ട്. പക്ഷേ എങ്കിലോ ശ്രീകാന്തും അവളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. അവള് ശ്രീകാന്തിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വർഷയ്ക്ക് പുറത്തു പോകണമായിരുന്നു ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു, വർഷേ അതെ MDയുടെ മോള് വന്നിട്ടുണ്ട്, ഇന്ന് പോവാനായിട്ട് പറ്റില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം പോവാന്ന് പറയണം. വർഷയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഭയങ്കര ദേഷ്യമായി പോയി. വർഷ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീകാന്ത് ഓർത്ത് ഇന്നത്തെ കാര്യം തീർന്നു. കാരണം അവൾക്ക് സഹിച്ചിട്ടില്ല താൻ അങ്ങനെയൊന്നും പറഞ്ഞത്. പക്ഷെ MDയുടെ മോളല്ലേ, അപ്പൊ അവര് ഓരോ കാര്യങ്ങൾ പറയുമ്പോ, കാരണം ഹോട്ടലില് പുതിയ പുതിയ കുറെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല, കേൾക്കാതിരിക്കാൻ ശ്രീകാന്തിന് പറ്റില്ലല്ലോ. ഇതേ സമയത്ത് ശരിക്കും പെട്ടുപോയ ആളെന്ന് പറഞ്ഞാല് ശ്രുതിയാണ്. കാരണം നവീൻ എന്ത് ചെയ്തു, തന്ത്രപരമായിട്ട് നവീൻ ചില കരുക്കളൊക്കെ നീക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയും കൂടെ അടിച്ചു മാറ്റണം. അതിന് വേണ്ടിയിട്ട് നവീന് ശ്രുതിയുടെ വീട് അന്വേഷിച്ചു പോയി. ആദ്യം വിമലൻ താമസിക്കുന്ന എവിടെയാന്ന് അവിടെ ചെന്നിട്ട് ആദ്യം കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആദ്യയുടെ അടുത്ത് എന്നിട്ട് വീഡിയോ കോൾ വിളിക്കുവാണ് ശ്രുതിയെ. അങ്ങനെ മോനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ശ്രുതി ഞെട്ടിപ്പോയി. പിന്നീട് പറഞ്ഞു, കണ്ടില്ലേ ഞാൻ ഇവിടം വരെ എത്തി, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കുവാണെങ്കിൽ കൊള്ളാം, ഞാൻ പറയുന്നിടത്തേക്ക് നീ വരണം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോ ശ്രുതിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ആയി. ഞാൻ പറയുന്ന അനുസരിക്കുവാണെങ്കിൽ നിന്റെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നവീൻ വിളിച്ചെടുത്തേക്ക് ഒടുവില് ശ്രുതി വരുവാണ്. ശ്രുതി തനിച്ചല്ല വരുന്നത്, മീരയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. ഇതേ സമയത്ത് രേവതി വീട്ടിലേക്ക് ചെല്ലുവാണ്. രേവതി വീട്ടിൽ ചെന്ന് ലക്ഷ്മിയമ്മയോട് സംസാരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മ ആ കാര്യങ്ങളൊക്കെ പറയണേ. എനിക്കറിയില്ല രേവതി എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ പോകെ പോകെ ആകെപ്പാടെ അവന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക ശരത്തിന്റെ. നേരത്തെ ആ ആന്റിയുടെ കൂടെ കൂടി ചെറിയ മദ്യപാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സിഗരറ്റൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് തോന്നേ. അത് കേട്ടപ്പോ രേവതിക്ക് സഹിച്ചില്ല. അമ്മ എന്താ എന്നിട്ട് നേരത്തെ പറയാതിരുന്നെന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ പറയാനെടി മോളെ, കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവൻ നന്നാവുമെന്ന് കരുതിയിരുന്ന, പക്ഷെ അവൻ നന്നാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ ഇപ്പോഴത്തെ സ്വഭാവം. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു കൃഷ്ണേട്ടന്. അവൻ വളർന്നൊരു എഞ്ചിനീയർ ആവും, എഞ്ചിനീയറായി കഴിയുമ്പോൾ കുടുംബത്തെ നോക്കും, കഷ്ടപ്പാടുകളൊക്കെ മാറുമെന്ന് ഓർത്തിരുന്ന, പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോവാ. ഇനിയിപ്പം അവന് പഴയതുപടി തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ സ്വഭാവം വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുക. രേവതി പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനെന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. കാരണം രേവതിക്കറിയാം സച്ചേട്ടൻ എന്തുകൊണ്ടാണ് അവനെ വെറുക്കുന്നതിന് കാരണം അവന്റെ ഈ സ്വഭാവം തന്നെയാണ്. ആന്റിനോടൊപ്പം കൂട്ടുകൂടലെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എത്ര വട്ടം പറഞ്ഞാലും അവന്റെ തലയിലേക്ക് കയറില്ല. പറഞ്ഞാലും അവനൊന്നും മനസ്സിലാകത്തില്ല. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് രേവതി അങ്ങനെയൊക്കെ പറയണേ. പിന്നീട് രേവതി അവിടുന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ആന്റണിയെ കാണണം എന്നൊരു തീരുമാനത്തോട് കൂടിയിട്ട് ഇറങ്ങി. ആ സമയത്ത് ശ്രുതിയും മീരയും കൂടെ നവീന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ നവീന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവീൻ പറഞ്ഞല്ല, നിന്നോട് തന്നെ വരാനല്ല ഞാൻ പറഞ്ഞേ, നീ എന്തിനാ ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. അതെ, ഇവൾ എന്റെ കൂടെ ഉണ്ടെന്നോർത്ത് നവീന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, കാര്യം പറ, എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു. അതെ, എനിക്കിപ്പോ കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഒന്നാം തരം ജോലി ഉണ്ടായിരുന്നു, നീ കാരണം അത് പോയെന്ന് പറഞ്ഞു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യാനാന്ന് നിനക്ക് അറിയത്തില്ലേ? എന്റെ ജോലി പോയി, നീ ഒറ്റ എടുത്തിയ കാരണം. അപ്പൊ പിന്നെ എനിക്ക് വരുമാന മാർഗം വേണ്ടേ? കല്യാണം കഴിഞ്ഞാലും എനിക്ക് കുടുംബം പുലർത്തണം. അപ്പൊ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തോണ്ട് നീ കുറച്ച് ക്യാഷ് തരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞേ, അതൊന്നും പറ്റില്ല, ക്യാഷ് തരാൻ പറ്റില്ല എന്ന് പറയണം. ക്യാഷ് തരാതിരുന്നിട്ട് കാര്യമില്ല, ക്യാഷ് തരണം, ഇല്ലെങ്കിലുണ്ടല്ലോ പിന്നെ എന്താണെന്നറിയാലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ ഓരോ ദിവസം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് എത്ര രൂപ തന്നു നിനക്ക് വല്ല ബോധമുണ്ടോ? നീ തരണം, നീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. അപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? പൈസ തരുവാണെങ്കിൽ നിന്റെ ജീവിതം നല്ല സേഫ് ആയിട്ട് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ജീവിതം തകർന്നു പോകത്തുള്ളൂ. എല്ലാ സത്യങ്ങളും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയുന്നതോട് കൂടിയിട്ട്
നിന്റെ ജീവിതം തകരുമെന്ന് പറഞ്ഞു. ഒന്നും മേലാത്ത സ്ഥിതിയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒടുവില് മീര പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിടത്തോളം പൈസയൊന്നും തരാൻ പറ്റത്തില്ല. നോക്കട്ടെ, നിങ്ങൾ പറയുമ്പോ പൈസ തരാനായിട്ട് ഇത് ATM-ൽ ഇട്ട് വെച്ചിരിക്കുന്നല്ലോ. പിന്നെ ഒരു കുത്തി ഉടനെ ഇങ്ങോട്ട് വലിച്ചെടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, മിണ്ടാതിരിക്കും മീര, ഇനിയിപ്പോ ഈ പ്രശ്നം മതി. നവീൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ജീവൻ തരാനായിട്ട്. ഒടുവില് നവീൻ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഭയങ്കര സങ്കടമായി പോയി ശ്രുതിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒടുവിൽ മീര പറഞ്ഞു, ഇവന്റെ ഭീഷണിക്ക് ഇങ്ങനെ വഴങ്ങി എപ്പോഴും നമ്മളിങ്ങനെ പൈസ കൊടുത്തോണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സമയം കാണത്തുള്ളൂ. എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ മീര ശ്രുതിയോട് പറഞ്ഞു. ഇതേ സമയം രേവതി ആന്റണിയെ കാണാനായിട്ട് വന്നു. അങ്ങനെ ആന്റണിയെ കാണാമെന്ന് ചോദിച്ചപ്പോ ആന്റണി ചോദിച്ചു, ആ ഇതാരെ? രേവതി ചോദിച്ചു, വന്നിരിക്കാനൊക്കെ പറയണം. അതെ, നിന്റെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നതല്ല ഞാന്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ നിർത്തിക്കോ ഇവിടെയും കൊണ്ട്. ശരത്തിനെ വെച്ച് നിന്റെ ഈ കളികളുണ്ടല്ലോ ഇവിടെയും കൊണ്ട് അവസാനിപ്പിക്കുന്നത് എനിക്ക് നല്ലതാ. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആന്റണി പറഞ്ഞു, ഓ അങ്ങനെയാണോ? ദേ, നീ ശരത്തിനെ മദ്യപിക്കാനും പിന്നെ ശരത്തിനെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാനൊക്കെ നീ പഠിച്ചല്ലേന്ന് ചോദിക്കോ. പിന്നെ സിഗരറ്റ് വലിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചു പോലും. നീക്ക് നാണമില്ലേ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിച്ചു. അവന് മദ്യപിക്കുന്നതിനും സിഗരറ്റ് വലിക്കുന്നതിനൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, നിന്റെ കൂടെ കൂടിയതിന് ശേഷം ശരത്ത് ഇങ്ങനെ ആയത്. ശരത്ത് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ നിങ്ങൾ വലിയ ആള് കളിച്ച് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി കുറ്റപ്പെടുത്തുവാണ്. പിന്നീട് രേവതിയോട് പറഞ്ഞു, അതെ, അവന്റെ ഇഷ്ടം പോലെ ജീവിക്കും. അവനെ ഞാൻ ഇനിയും വിളിക്കും. അവന് മദ്യം കൊടുക്കുകയും ചെയ്യും. നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. രേവതി ഒരു നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവനെ പോയി അടിക്കാൻ ചെല്ലുവാണ്. അപ്പോഴേക്കും ആന്റണി പിടിച്ച് അവളെ തള്ളുവാണ്. രേവതി എടുത്തടിച്ച് നിലത്ത് വീണു. ആ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വന്നിട്ട് ആന്റണി അവിടെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. നീ എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവെക്കും അല്ലേടെന്ന് ചോദിച്ചോണ്ട്. അപ്പോഴേക്കും രേവതി പതുക്കെ എഴുന്നേറ്റിട്ട് ഒന്ന് പറഞ്ഞു, വേണ്ട സച്ചേട്ടാ, വഴക്ക് വേണ്ടാന്ന് പറയണം. വഴക്ക് വേണ്ട പോലും. ഇവനെ ഒന്നും ജീവനോടെ വെറുതെ വിടാൻ പാടില്ല. വെറുതെ വിടുന്നോട് ഇവൻ തലയിൽ കയറി നിരങ്ങുക എന്നും പറഞ്ഞ് ആന്റണിയെ നല്ലവണ്ണം തന്നെ കൊടുത്തു. ആന്റണിയുടെ കൈയൊക്കെ പിടിച്ച് തിരിച്ചു വിട്ടു. പിന്നീട് രേവതിയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയണേ. രേവതിയുടെ നെറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഴ്ച നെറ്റ് പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു. സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അങ്ങനെ രേവതിയെ കൂട്ടിക്കൊണ്ട് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് രേവതിയെ കാണിച്ചു കഴിഞ്ഞപ്പോൾ രേവതിയുടെ നെറ്റിയിലെ മുറിവൊക്കെ അങ്ങനെ ബാൻഡേജ് ചെയ്യുവാണ്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പത്തേനും ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു സ്കാൻ ചെയ്യാൻ നോക്കുന്നല്ല. ഇനിയിപ്പം തലയിലെ ഇടിച്ച വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയത്തില്ലോ. സച്ചിക്ക് ടെൻഷനായിരുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് സച്ചി ലക്ഷ്മിയമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. രേവതിക്ക് പറ്റിയതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. ലക്ഷ്മിയമ്മയ്ക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. കാരണം തൻ്റെ മകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരത്തിന് വേണ്ടിയിട്ടാ അവൾ ഈ പോയി കിടന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എത്ര പറഞ്ഞാലും അവന്റെ തലയിലേക്ക് കയറത്തില്ലല്ലോ. ഒടിയിൽ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യം വന്നിട്ട് ലക്ഷ്മിയമ്മ ശരത്തിന്റെ അടുത്തേക്ക് എല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ. നീ ഒറ്റ കാരണം അതെ ഇപ്പം രേവതിക്ക് അങ്ങനെ ആക്സിഡന്റ് ആയിരിക്കുന്നു. ആക്സിഡന്റോ? എന്താ ആക്സിഡന്റ്? നിനക്കൊന്നും അറിയത്തില്ലല്ലേ. ഇനിയിപ്പം ഞങ്ങളുടെ ജീവനും കൂടെ എടുത്താലോ നിനക്ക് സമാധാനം ആവത്തുള്ളൂ. നീ എടുക്കടാ, ഞങ്ങളുടെ ജീവനും കൂടെ എടുക്കുക. എന്റെ ദേവിന്റെയും കൂടെ ജീവൻ എടുക്കുക. നിനക്ക് സമാധാനം ആവുമല്ലോ. അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ ജീവിതം ആദ്യം തന്നെ നീ കൊണ്ടുവന്ന് നശിപ്പിച്ചില്ലേ. നീ കാരണം അച്ഛൻ ആത്മഹത്യ ചെയ്തേ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, നീ ഒരിക്കലും നന്നാവത്തില്ലടാ. ഒടുവിലാണ് ശരത്ത കാര്യം അറിയണേ. ആന്റണിയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോ അവിടെ വെച്ച ആന്റണിയെ പിടിച്ച് തള്ളി. രേവതിക്ക് അപകടം ഉണ്ടായ തലയൊക്കെ പൊട്ടിയെന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ശരത്തിന് സഹിച്ചില്ല. ശരത്തിന് ഭയങ്കര സങ്കടമായി. ശരത്ത് നേരെ ആന്റണിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ആന്റണിയെ കാണുവാണ്. അപ്പോഴേക്കും ആന്റണി പറഞ്ഞു, കണ്ടോ, ആ സച്ചി വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യെ പിടിച്ച് തിരിച്ചു. എന്റെ കൈയൊന്നും അനക്കാൻ മേലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അഭിനയിക്കുവാണ്. ആ സമയം ശരത്ത് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ നിങ്ങളോടൊപ്പം നിന്നു. പക്ഷെ ഇനി എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റില്ല ഏട്ടാ. നിങ്ങൾ കാരണം എന്റെ കുടുംബം തകർന്നു പോയിക്കൊണ്ടിരിക്കണേ. എന്റെ ചേച്ചിയെ വേറെന്ത് ഞാൻ സഹിക്കും. എന്റെ ചേച്ചിയെ നിങ്ങൾ ഉപദ്രവിച്ചാൽ ഞാൻ പിന്നെ നിങ്ങളെ വെറുതെ വിടുവോ? ഒരിക്കലും ഇല്ല. നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആന്റണി പറഞ്ഞു, എടാ നിനക്കിത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. ദേ, മേലാല് ഇനി എന്നെ വിളിച്ചോണ്ട് വന്നേക്കരുത്. നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല. ഇത്രയും കാലം ഞാൻ നിങ്ങളോടൊപ്പം എല്ലാത്തിനും കൂട്ടുവന്നു. പക്ഷെ ഇനി ഈ ശരത്തിനെ അതിന് കിട്ടത്തില്ല. എന്നെ പ്രതീക്ഷിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ഇറങ്ങുവാണ്. ആന്റണിക്ക് ഭയങ്കര ഒരു അടിയായിപ്പോയി. ആന്റണി ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ശരത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയും ദേവൊക്കെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയം സ്കാൻ ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ കുറച്ച് മെഡിസിനൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. സച്ചി ആ മെഡിസിൻ വാങ്ങിക്കാൻ പോയ സമയത്ത് ലക്ഷ്മിയമ്മയൊക്കെ വന്നേ. അങ്ങനെ രേവതിയോട് സംസാരിക്കുകയാണ്. രേവതിയോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയെന്ന് പറയണം. ലക്ഷ്മിയമ്മ കരയുക സങ്കടം കൊണ്ട്. ആ സമയം ശരത്ത് അങ്ങോട്ട് വന്നു. ശരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, കാണടാ കാണ്, നീ ഒറ്റ ഒരുത്തനെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിനെ അടിക്കുവാണ്.
രേവതി പറഞ്ഞു വേണ്ടമ്മേ, എന്തിനാ അടിക്കണേ, അടിച്ചോണ്ട് ഒരു പരിഹാരം ആയല്ലോ എന്ന് പറഞ്ഞു. ഒടുവില് ശരത്ത് പറഞ്ഞു ചേച്ചി ഞാൻ കാരണല്ലേ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, എന്നോട് ക്ഷമിക്കുക ചേച്ചി, ഇനി ഞാൻ അങ്ങനെയൊന്നും പോകത്തില്ല എന്ന് പറയണം. അപ്പോഴേക്കുമാണ് മരുന്നൊക്കെ മേടിച്ചോണ്ട് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി കേട്ടിതൊക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ, ഇനിയിപ്പോൾ ചേച്ചി പറയുന്നതൊക്കെ അനുസരിച്ച് ചേച്ചിയുടെ നല്ല അനുജനായിട്ട് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പം രേവതിക്ക് സമാധാനമായി. ആ സമയം സച്ചിനെ കാണുന്നത്. സച്ചിയേട്ടാ കണ്ടോ, ഇവൻ പറഞ്ഞത് കേട്ടോ, ഇവൻ ഇനിയിപ്പോൾ പഴയതുപോലൊന്നും ആന്റീനോടൊപ്പം പോകത്തില്ലെന്ന്, അങ്ങനെയാണ് ഇവന് കൊള്ളാന്നൊക്കെ പറഞ്ഞു. രേവതിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ രേവതിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കാര്യം എന്താന്നൊക്കെ. പക്ഷേ എങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതാന്നുള്ള കാര്യമൊന്നും സച്ചിയൊന്നും പറഞ്ഞില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷവും ഈ പറയുന്ന ചന്ദ്രമതിക്ക്. വണ്ടി ഒന്ന് ചെറുതായിട്ട് പോയി ഇടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ഒന്നൊന്ന് വീണ് തലയൊന്ന് പൊട്ടിയതാന്നാ പറഞ്ഞേ. പക്ഷെ ചന്ദ്രമതിയുടെ വിഷമം അതായിരുന്നില്ല. ഇവൾക്ക് വയ്യെങ്കിൽ ആഹാരം ഒന്നും ഉണ്ടാക്കാനായിട്ട് ആളില്ലല്ലോ, നിനക്ക് വയ്യെങ്കിൽ പിന്നെ ആഹാരം ആരോ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. രവീന്ദ്രൻ പറഞ്ഞു അതെ, നിനക്ക് തന്നെ കയറി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നീ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. സച്ചി രേവതിയെ നല്ലവണ്ണം നോക്കുന്നുണ്ട്. രേവതിക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ സച്ചി തന്നെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സമയത്ത് ആന്റണി പ്രതികാരം വീട്ടാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ശരത്തും സച്ചിയും കൂടെ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.